ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസ് ഫാം. നമ്മൾ ഇന്നിവിടെ ചെറിയൊരു കിളിക്കൂടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുതല്ല, അത്യാവശ്യം വലിയൊരു കിളിക്കൂടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 3.5 അടി പൊക്കവും 3 അടി നീളവും അതുപോലെ 2 അടി വീതിയുള്ള ഒരു വലിയൊരു കിളിക്കൂടാണ്. ലവ് ബേർഡ്സിനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു 10-12 ലവ് ബേർഡ്സിനെ നമുക്ക് സുഖമായിട്ട് വളർത്താനായിട്ട് സാധിക്കും. അപ്പോൾ തടി ഉപയോഗിച്ചാണ് നമ്മൾ കിളിക്കൂട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കിളിക്കൂട്ടിൽ ഇപ്പോൾ താമസിക്കാനായിട്ട് 2 കിളിയേ ഉള്ളൂ. എങ്കിലും ഈ കിളി ഇനി മുട്ടയിട്ട് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുമ്പോഴത്തേക്കും നല്ല വലിപ്പമുള്ളൊരു കൂട് ഇരുന്നോട്ടെ എന്ന് കരുതിയാണ് ഒരു വലിയ കൂട് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കിളിക്കൂടൊക്കെ കണ്ടല്ലോ. പിന്നെ നെറ്റിൻ്റെ കാര്യം ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ്. ഇതിനുള്ളിലൂടെ ഇരുമ്പിൻ്റെ ആ ഒരു വലയില്ലാത്ത ടൈപ്പ് നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കിളിക്കൂട് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ നമ്മുടെ കിളിക്കൂടൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 2 കിളികളെ ഇതിനുള്ളിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കൂടൊക്കെ ആയിട്ടൊന്ന് പരിചയം വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. എന്നാലും നല്ല സുഖമായിട്ട് കിളികളോട് താമസിച്ചോണ്ട് നല്ല പറന്ന് നടക്കാൻ വരെ കിളികൾക്ക് ഇടയുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കിളിക്കൂട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളിയായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.